ഈ കഥ ആരംഭിക്കുമ്പോൾ BC 8000 കാണിക്കുന്നത്. നോർത്ത് ആഫ്രിക്കയാണ് സ്ഥലം. അവിടെ ഒരു സ്ഥലത്ത് അന്നത്തെ കാലത്ത് ആളുകളൊക്കെ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്നാണ് അവിടെ ഒരു കുലുക്കം വരുന്നത്. അവർ നോക്കുമ്പോൾ മുകളിൽ നിന്നും ശക്തമായിട്ടൊരു പ്രകാശം താഴേക്ക് അടിക്കുന്നുണ്ട്. ഒരു വലിയൊരു സ്പേസ്ഷിപ്പ് ആയിരുന്നത്. അത് കണ്ട് ആളുകളെല്ലാവരും പരക്കം പായാൻ തുടങ്ങി. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ അത് കണ്ടിട്ട് വലിയ പേടിയൊന്നും ആവുന്നില്ല. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവൻ അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് മറ്റൊരു പ്രകാശം അതിൽ നിന്ന് അവന്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നത്. ഇനി കാണിക്കുന്നത് വർഷം 1928 ഈജിപ്തിലെ ഗിസയാണ് സ്ഥലം. ഇംഗ്ലീഷുകാരനായ ഒരു പ്രൊഫസറുടെ നേതൃത്വത്തിൽ അവിടെ എന്തോ കുഴിച്ചെടുക്കലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ ഒരു കാര്യം കുഴിച്ചെടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി പ്രൊഫസറിനെ അവരങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. പ്രൊഫസറും അയാളുടെ മകളായ കാതറീനും കൂടെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ വട്ടത്തിലുള്ള ഒരു സാധനമാണ് അവരിപ്പോ കുഴിച്ചെടുത്തിരിക്കുന്നത്. പ്രൊഫസർ ഇപ്പൊ അതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കാതറീൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. ആ കുഴിച്ചെടുക്കലിൽ അവർക്കൊരു മാല കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് അതിലുണ്ടായിരുന്നത്. കൗതുകം തോന്നുന്ന കാതറീൻ ആണെങ്കിൽ ആ മാല എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം അവർ നേരെ പോകുന്നത് അവര് തന്നെ കുഴിച്ചെടുത്ത മറ്റൊരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. അത് വലിയൊരു റിംഗ് ആയിരുന്നു. അവിടെയുള്ള ആളുകളൊക്കെ കയറൊക്കെ കെട്ടിയിട്ടാണ് അതിനെങ്ങനെ നേരെ നിർത്തുന്നത്. ആ റിങ്ങിന്റെ അടിയിലായിട്ട് മറ്റൊരു കാര്യം കൂടെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതോ ഒരു ജീവിയുടെ ഫോസിലായിരുന്നു. അത് കണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് അവർ. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. കാതറീൻ ഇപ്പോൾ വളർന്നു വലുതായി അവർക്ക് ശരിക്കും പ്രായമൊക്കെ ആയിട്ടുണ്ട്. അവരിപ്പോ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഡാനിയൽ എന്ന പേരിലുള്ള ഒരാളാണ്. ഇവൻ ഈ പുരാതനമായിട്ടുള്ള ലിപികളിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആണ്. അവനിപ്പോ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗിസയിൽ നിർമ്മിച്ചിരിക്കുന്ന പിരമിഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫറവോസ് അല്ല അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അവനിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊന്നും അത് വിശ്വസിക്കുന്നില്ല. അവനെന്താ വട്ട് പറയാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ നീ ആ കാര്യമൊക്കെ ഇവിടെ ഇരുന്നിട്ട് തെളിയിച്ചോ, ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുന്നിട്ട് നടക്കാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ ഞാനിത് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പിരമിഡ് ആര് പണിതു എന്നുള്ളതല്ല, എപ്പോഴാണ് ഇത് പണിതത് എന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് ഞാൻ ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഒന്ന് ഇരിക്കണം എന്നൊക്കെ അവനിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ കാതറീന്റെ ആളങ്ങോട്ട് വന്നിട്ട് അവനൊരു വണ്ടിക്കകത്തേക്ക് കയറ്റുന്നത്. ആ വണ്ടിക്കകത്ത് കാതറീനും ഇരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവരാരും വിശ്വസിക്കത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. മാത്രമല്ല നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒരു ജോലിയുണ്ട്. ഞാനും ഇതുപോലത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ചില ലിപികളൊക്കെ എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. അതിന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ അവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ 2 ദിവസത്തിന് ശേഷം അമേരിക്കയിലെ ഒരു മിലിറ്ററി ബേസിലേക്ക് എത്തി. അവിടെയാണ് അവന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സാധനം ഇരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പട്ടാളക്കാരൊക്കെ അവനെയും കൊണ്ട് പോകുന്നത് ആ സീക്രട്ട് ആയിട്ടുള്ള സാധനത്തിന്റെ അടുത്തേക്കാണ്. അത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ വട്ടത്തിലുള്ള സാധനമാണ്. അതുപോലൊരു ഐറ്റം അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തോടെയാണ് അവൻ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും കാതറീനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1928 ഞങ്ങൾ ഗിസയിൽ നിന്ന് കുഴിച്ചെടുത്താണെന്നാണ്. അതിൽ കുറെ ലിപികളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അവൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പേർട്ടും അത് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോർഡിലാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഡാനിയൽ അത് വായിച്ചു നോക്കുമ്പോൾ ഇത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവൻ അതൊക്കെ മായ്ച്ച് അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ അവൻ അതിൽ എഴുതാൻ തുടങ്ങി. അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിലൊരു ദൈവമുണ്ട്. സൂര്യദേവനായ റായാണത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയെ സീൽ ചെയ്തൊരു സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല സ്റ്റാർ ഗേറ്റ് എന്നൊരു പേരും കൂടെ അതിൽ പറയുന്നുണ്ട്. അതായത് ഈ സ്റ്റാർ ഗേറ്റിന്റെ അടിയിലാണ് റായെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഡാനിയൽ ആ കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് മിലിറ്ററിയിലെ കേണൽ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് ജാക്ക് എന്നാണ്. ഇവനാണ് ഇനി ഈ ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. അവർക്ക് കിട്ടിയ റൗണ്ട് ഉണ്ടല്ലോ, അതൊരു പസില് പോലെയാണ്. ഇപ്പോഴും ഡാനിയലിന് അത് പൂർണ്ണമായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു സിമ്പൽ ഉണ്ട്. അതിനുള്ള ഒരു ഉത്തരമാണ് അവൻ ഇനി കിട്ടേണ്ടത്. എത്രയൊക്കെ ആലോചിച്ചിട്ടും അത് മാത്രം അവന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആകെ തല ഉകഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു കോഫി എടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഒരു പത്രം വായിക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നത്. ആ പത്രത്തിൽ ഒറിയോൺ എന്ന പേരുള്ള ഒരു നക്ഷത്ര സമൂഹത്തിന്റെ ഫോട്ടോ കാണുന്നുണ്ട്. അത് കാണുമ്പോഴാണ് അവനൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. അവൻ വേഗം തന്നെ ആ പത്രം എടുത്തിട്ട് നേരെ പോകുന്നത് ആ വലിയ റൗണ്ടിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ആ നക്ഷത്ര സമൂഹം ഒന്ന് ക്ലിയർ ആയിട്ട് വരച്ചെടുത്തിട്ട് ആ വട്ടത്തിന്റെ സെൻട്രൽ ഭാഗമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ അവന് കറക്റ്റ് ആയിട്ട് ആ സിമ്പൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനെ തുടർന്ന് അവൻ ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. മിലിറ്ററിയിലുള്ള സകല ആളുകളും അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതായത് ആ വട്ടത്തിനകത്തുള്ള സിമ്പലുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ എവിടെയോ ഉള്ള ഒരു സ്ഥലത്തിന്റെ അഡ്രസ് ആണ് അതിൽ പറയുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്ത് 6 പോയിന്റുകൾ കൂടിച്ചേരുമ്പോഴുള്ള ഒരു സ്ഥലം. പക്ഷെ അതിൽ ഒരു സിമ്പൽ കൂടെ വേണം. ആ ഒരു പോയിന്റ് ആണ് ആ സ്ഥലത്തേക്ക് പോവേണ്ടതിന്റെ ഒറിജിൻ. ആ ഒറിജിൻ പോയിന്റിനെയാണ് സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ പറയുമ്പോൾ ഇതിനു മുമ്പ് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ആ ഡിവൈസിനകത്ത് ഈ 7ാമത്തെ പോയിന്റിനെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ്.
അതേക്കുമ്പോ ഡിവൈസോ, എന്ത് ഡിവൈസിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഡാനിയലിന് സംശയമായി. ഈ സമയത്താണ് അവരുടെ ജനറൽ ആ ഡിവൈസും കൂടെ ഡാനിയലിന് കാണിച്ചു കൊടുക്കാൻ പറയുന്നത്. ആ ഡിവൈസ് ആണ് 1928 അവർ രണ്ടാമത് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയത്. അതിനെയാണ് സ്റ്റാർഗേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ അടുത്തേക്കാണ് ആ ഒരു പവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവർക്ക് ഇതിനു മുമ്പ് ഈ 6 സിമ്പിൾസും കിട്ടിയതാണ്. എന്നാൽ 7ാമത്തെ സിമ്പിൾ ഉണ്ട് എന്ന കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. ആ 7ാമത്തെ സിമ്പിൾ ഉണ്ടെങ്കിലേ ആ സ്റ്റാർഗേറ്റ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഡാനിയലാണ് ആ 7ാമത്തെ സിമ്പിൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതൊരു പിരമിഡിന് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെയാണ്. ഇപ്പൊ ഈ 7ാമത്തെ സിമ്പിളും കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഇനി അവർക്ക് ആ സ്റ്റാർഗേറ്റ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള പണിയാണ് അവരിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ 7 സിമ്പിളുകളും കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റാർഗേറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അതിനകത്ത് ഒരു വേം ഹോൾ ആണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇനി അവർക്ക് അതിനകത്തൂടെ സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷെ മനുഷ്യരാരും അതിനകത്തൂടെ കയറി പോകാൻ ധൈര്യം കാണിക്കുന്നില്ല. എന്താണ് അതിന്റെ അപ്പുറത്തുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരാദ്യം ഒരു പ്രോബിനെയാണ് അയക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ ആ പ്രോബിനെ ആ വേം ഹോൾ വഴി കയറ്റിവിടാണ്. വളരെ പെട്ടെന്ന് തന്നെ അതാണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ പ്രോബിൽ നിന്നുള്ള റീഡിങ്സ് ഒക്കെ വരാൻ തുടങ്ങി. ആ ഇൻഫർമേഷൻ അവർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതായത് ആ പ്രോബ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു മൂലയിലുള്ള കാലിയാം എന്ന് പറയുന്ന ഒരു ഗാലക്സിയിലാണ്. അവിടുത്തെ ഏതോ ഒരു ഗ്രഹത്തിലാണ് ആ പ്രോബ് ചെന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് അവർക്കിപ്പോ കിട്ടിയത്. അതെല്ലാം കണ്ട് ഡാനിയൽ ആണെങ്കിൽ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ വേം ഹോൾ ആണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്രോബ് അയച്ചു കൊടുത്ത ഫോട്ടോസ് ഒക്കെ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ പ്രോബ് ഇപ്പോൾ എത്തിച്ചേർന്ന സ്ഥലത്തും ഒരു സ്റ്റാർഗേറ്റ് ഉണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ അവർക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഗേറ്റുകളാണ് ഈ 2 ലോകങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഗേറ്റ് വേ എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് ആ ഗ്രഹത്തിലെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടാണ്. ആ പരിശോധനയിൽ ഭൂമിയിലേതുപോലെ തന്നെയുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെയും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മനുഷ്യർ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ അവരതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡാനിയൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ലോകത്തുള്ള സ്റ്റാർഗേറ്റ് ഉണ്ടല്ലോ, അതിലുള്ള സിമ്പിൾസ് ഇവിടെയുള്ള സ്റ്റാർഗേറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ കാര്യം അവൻ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ടാണ് ഞങ്ങൾ മനുഷ്യരെ ആരും അങ്ങോട്ട് പറഞ്ഞുവിടാത്തത്. ഇനിയിപ്പോൾ മനുഷ്യരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സിമ്പിൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ട് ഞങ്ങൾ അബോർട്ട് ചെയ്യാണ് എന്നാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അബോർട്ട് ചെയ്യല്ലേ, ഞാനും കൂടെ അവരുടെ കൂടെ പോയിക്കോളാം, എനിക്ക് ആ സിമ്പിൾ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ പറ്റും, അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് തിരിച്ചു വരാനും സാധിക്കും എന്നാണ് ഡാനിയൽ പറയുന്നത്. അവൻ അത്രയ്ക്കൊക്കെ കോൺഫിഡൻസോടെ പറയുന്നത് കേൾക്കുമ്പോൾ അവരാണെങ്കിൽ വീണ്ടും ആ പ്രൊജക്ട് ഓൺ ആക്കുകയാണ്. ഈ സമയം ജാക്ക് നേരെ പോകുന്നത് അവർ നേരത്തെ കുഴിച്ചെടുത്ത ആ ഫോസിലിന്റെ അടുത്തേക്കാണ്. ഏതോ ഒരു ഏലിയന്റെ രൂപമാണത്. അവൻ അത് നോക്കി നിൽക്കുമ്പോഴാണ് അവരുടെ ജനറൽ അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ ഇതുപോലത്തെ ജീവികളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ യാത്ര പ്രശ്നത്തിലാവുമല്ലോ എന്നാണ് ജാക്ക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമുക്കൊരു ചുക്കും അറിയാത്തൊരു ലോകത്തേക്കാണ്. ഇതുപോലുള്ള പല പ്രതിസന്ധികൾ അവിടെ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നിന്നെ തന്നെ ഈ ടീം ലീഡ് ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ആ ലോകത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അവർ ആരംഭിച്ചു. ഈ സമയത്താണ് കാതറിൻ ഡാനിയലിന്റെ അടുത്തേക്ക് വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ അവർ നേരത്തെ എടുത്ത ആ മാലയാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അതിനുശേഷം അവർ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ മാല എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം എനിക്ക് ഭാഗ്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിനക്കിരിക്കട്ടെ, നിനക്കും ഇത് ഭാഗ്യം കൊണ്ടുതരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവനാണെങ്കിൽ സന്തോഷത്തോടെ ആ മാല ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ജാക്കിന്റെ നേതൃത്വത്തിൽ ഒരു ടീം പട്ടാളക്കാരാണ് ആ ലോകത്തേക്ക് പോകുന്നത്. അങ്ങനെ വേഗം തന്നെ ആ സ്റ്റാർഗേറ്റ് അവർ വീണ്ടും ഓണാക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ വേം ഹോൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ വേം ഹോളിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഡാനിയൽ അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവൻ ആ വേം ഹോളിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. വെള്ളത്തിനകത്ത് കൈയിടുന്ന പോലെയാണ് അവനത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും അതിനകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ യാത്ര വളരെ വേഗത്തിലായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവർക്ക് ഇതുവരെ അറിയാത്ത ആ ലോകത്തേക്ക് അവർ എത്തിച്ചേരുന്നത്. അവർ നോക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ് അവരിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും അവിടെയൊക്കെ പരിശോധിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ആ നടക്കുന്നതിനിടയിൽ അവർ മുകളിലേക്ക് ഒരു ഡോർ കാണുന്നുണ്ട്. എന്നാൽ അത് ഓപ്പൺ അല്ല. അങ്ങനെ അവർ പരിശോധിച്ച് ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഒരു മരുഭൂമി പോലുള്ളൊരു സ്ഥലമാണത്. ആ ബിൽഡിങ്ങിന്റെ മുറ്റത്ത് തന്നെ 2 വലിയ തൂണൊക്കെ നാട്ടിയിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ആ ഏരിയയിലൊന്നും ആരെയും കാണുന്നില്ല. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറെ പോയി മുന്നിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച അവർ കാണുന്നത്. അവർ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു പിരമിഡിനകത്താണ്. ആ വലിയ പിരമിഡിന്റെ മുകളിലായിട്ട് 3 ചന്ദ്രനെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു അവർക്കത്. ഈ സമയം ഡാനിയലിന് ഒരു കാര്യം കൺഫേം ആയി. അപ്പൊ ഭൂമിയിൽ ഉണ്ടായ പിരമിഡും ഫറോകൾ നിർമ്മിച്ചതല്ല, ഇത് തന്നെയായിരുന്നു അവൻ ഒരു സമയത്ത് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് സെറ്റിൽ ആയതിനു ശേഷം ഭൂമിയിലേക്ക് ഒരു കണക്ഷൻ കിട്ടുമോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭൂമിയിലേക്ക് അവർക്ക് ഒരു കണക്ഷനും കിട്ടുന്നില്ല. അവിടെ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇനി തിരിച്ചു പോവാം എന്നാണ് ജാക്ക് പറയുന്നത്. ഉടനെ തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ആ സ്റ്റാർഗേറ്റിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ഡാനിയലിനെ വിളിക്കുകയാണ്.
എന്നാൽ ഡാനിയൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഇവിടുത്തെ സ്റ്റാർഗേറ്റിന്റെ അലൈൻമെന്റ് ഒന്നും ശരിയാക്കാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. മാത്രമല്ല നമുക്ക് ഈ പ്രദേശം ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യാം, ഇവിടെ വേറെയും ചില സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇവിടെ ഇനി ഏതെങ്കിലും ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോയാൽ പോരെ എന്നാണ് ഡാനിയൽ ചോദിക്കുന്നത്. അത് വേണ്ട ഡാനിയൽ, ഈ ട്രിപ്പിൽ ആ പരിപാടി ഒന്നും വേണ്ട, അത് നമുക്ക് പിന്നീടുള്ള ട്രിപ്പിലാക്കാം എന്നാണ് ജാക്ക് അതിന് മറുപടി പറയുന്നത്. ഓക്കെ, എന്നാൽ വേറൊരു കാര്യം ചെക്ക് ചെയ്യാൻ പോണ്ട, പക്ഷെ ആ സ്റ്റാർഗേറ്റിലെ കാര്യങ്ങളൊക്കെ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സിമ്പിൾസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ, അതാണ് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ പിന്നെ വേഗം ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ജാക്ക് അവിടെ നിന്ന് നടക്കുകയാണ്. എന്നാൽ ജാക്കിന്റെ പുറകെ വരുന്ന പട്ടാളക്കാരന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ പേര് കവാൾസ്കി എന്നാണ്. നിനക്ക് ഇനിയും സമയം വേണമെന്നാണോ പറയുന്നത്, നീ അല്ല അത് പെട്ടെന്ന് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കവാൾസ്കി അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ജാക്ക് അവനെ തടയാണ്. നീ വെറുതെ അവന്റെ നെഞ്ചത്തോട്ട് കയറണ്ട, നിങ്ങൾ വേഗം ചെന്നിട്ട് ഇവിടെ ഒരു ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ നോക്ക്, അവന്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും എന്നാണ് ജാക്ക് പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ബാക്കിയുള്ള പട്ടാളക്കാർ ചേർന്നിട്ട് അവിടെ ഒരു ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജാക്ക് നേരെ പോകുന്നത് ആ പിരമിഡിനകത്തെ സ്റ്റാർഗേറ്റിന്റെ അടുത്തേക്കാണ്. അവൻ അവിടെ ഇപ്പോ ഒരു ആറ്റം ബോംബാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോംബ് അവൻ അവിടെ സെറ്റ് ചെയ്യുന്നത് വളരെ സീക്രട്ട് ആയിട്ടാണ്. ബാക്കിയുള്ളവരുടെ അടുത്ത് അത് എന്താണെന്ന് അവൻ പറഞ്ഞിട്ടില്ല. ഇതേ സമയം തന്നെ ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ ആ മരുഭൂമിയിലാണ് ഇരിക്കുന്നത്. അവൻ നോക്കുമ്പോൾ അവിടെയായിട്ട് ചില കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. അവൻ അതിന്റെ പുറകെ പോകുമ്പോൾ അതൊരു മൃഗത്തിൻ്റെതായിരുന്നു. ഇതുവരെ അവൻ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മൃഗമായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ അവൻ അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ജാക്കും കൂട്ടർ അവന്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ആ മൃഗത്തിനെ അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മൃഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അതോടൊപ്പം തന്നെ അതിനെ കെട്ടിയിരിക്കുന്ന കയർ ഡാനിയലിന്റെ കാലിൽ കുരുങ്ങിയിട്ട് അവനെയും വലിച്ചുകൊണ്ടാണ് ആ ജീവി ഇപ്പൊ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ദൂരം ആ ജീവി അവനെയും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ജാക്കും ടീമും ആണെങ്കിൽ അവന്റെ പുറകെ തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം ഓടിയതിനു ശേഷം ആ ജീവി ഓട്ടം നിർത്തി. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഒരു അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച അവർ കാണുന്നത്. അത് മറ്റൊരു സിവിലൈസേഷൻ ആയിരുന്നു. വേറെയും കുറെ ആളുകൾ ആ ഗ്രഹത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ആളുകളെല്ലാം അവിടെ നിന്ന് എന്തൊക്കെയോ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടാൽ തന്നെ അറിയാം അടിമകളെ പോലെയാണ് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ജാക്കിനെയും ടീമിനെയും കാണുന്നത്. ഒരുത്തനാണെങ്കിൽ ആ കാര്യം ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ ജാക്കും ടീമും വേഗം തന്നെ ആ ആൾക്കാരുടെ അടുത്തേക്ക് നടക്കുകയാണ്. അവര് തങ്ങളെ കണ്ട സ്ഥിതിക്ക് അവർക്ക് ഇനി അവിടെ നിന്ന് സ്കൂട്ടാവാൻ പറ്റത്തില്ല. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡാനിയലിന് മാത്രമാണ്. കാരണം അവനാണല്ലോ ഈ പല ഭാഷകളും അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ നീ അവരുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുമോ നോക്ക് എന്നാണ് ജാക്ക് പറയുന്നത്. അങ്ങനെ ഡാനിയൽ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഡാനിയലിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിക്കുന്നത്. അതിലെ ലോക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു കണ്ണാണ് അതിലുള്ളത്. അത് കണ്ട ഉടനെ തന്നെ അയാളാണെന്നുണ്ടെങ്കിൽ എന്തോ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അതിനുശേഷം അയാൾ അവന്റെ മുന്നിൽ ഇങ്ങനെ വണങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾ അവന്റെ മുന്നിൽ വണങ്ങുന്നു. അതൊക്കെ കണ്ട് ഡാനിയലും ടീമിനും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ജാക്ക് നേരെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പയ്യന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ഇവന്റെ പേര് സ്കാര എന്നാണ്. ജാക്ക് അവന് കൈ കൊടുത്ത് കാണുമ്പോൾ തന്നെ അവൻ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവനിങ്ങനെ ആരെയോ വിളിച്ചിട്ടാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അതെല്ലാം കാണുമ്പോൾ ജാക്കിനും ടീമിനും ശരിക്കും ടെൻഷനായി. ഇനിയിപ്പോൾ ആരെയാണ് അവൻ വിളിച്ചു വരുത്താൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവരിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ സ്കാറ നേരെ പോയി വിളിച്ചുകൊണ്ട് വരുന്നത് അവരുടെ ലീഡറിനെയാണ്. ഈ സ്കാറയുടെ അച്ഛനാണ് ഇയാൾ. ഇയാളുടെ പേരാണ് കുസൂഫ്. ഡാനിയലിനെ കണ്ട ഉടനെ തന്നെ അയാളും അവന്റെ മുന്നിൽ വണങ്ങാണ്. പക്ഷെ അവരുടെ ഭാഷ ഇതുവരെയായിട്ടും ഡാനിയലിന് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് കുസൂഫിന്റെ നിർദ്ദേശപ്രകാരം 2-3 പെമ്പിള്ളേർ അങ്ങോട്ട് വന്നിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്നത്. അതിൽ കുസൂഫിന്റെ മകളും ഉണ്ട്. ഇവളുടെ പേര് ഷൗരി എന്നാണ്. അങ്ങനെ വെള്ളം കിട്ടിയതുകൊണ്ട് ഡാനിയൽ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഒരു ചോക്ലേറ്റ് എടുത്ത് അയാൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്. ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ അയാൾ ആ ചോക്ലേറ്റ് എടുത്ത് തിന്നുകയും ചെയ്യുന്നു. അങ്ങനെ ആ ചോക്ലേറ്റ് ഒക്കെ തിന്നതിന് ശേഷം കുസൂഫ് അവരവരുടെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. ഡാനിയൽ ആണെങ്കിൽ അയാളെ വിളിച്ച ഉടനെ തന്നെ അങ്ങോട്ട് പോകാൻ തയ്യാറായി. എന്നാൽ ജാക്കിനും ടീമിനും അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യം വരുന്നില്ല. ഇനി വല്ല അപകടത്തിലും ചെന്ന് ചാടോ എന്നാണ് അവരുടെ ടെൻഷൻ. അത് മനസ്സിലാവുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ആ സ്റ്റാർഗേറ്റ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സിമ്പിൾസ് ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റണം. ആ സിമ്പിൾസിന്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കൂടെ കൂടിയേ തീരൂ എന്നാണ് ഡാനിയൽ പറയുന്നത്. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു പട്ടാളക്കാരൻ ഒരു കാര്യം പറയുന്നത്. ഞാനിപ്പോ ഇവരിവിടെ കുഴിച്ചെടുത്തോണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. ആ സ്റ്റാർഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിയിലുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടല്ല. എന്നാൽ ഇവരിവിടെ കുഴിച്ചെടുത്തോണ്ടിരിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ സ്റ്റാർഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം സ്കാനിങ്ങിൽ എനിക്ക് മനസ്സിലായി എന്നൊക്കെയാണ് ആ പട്ടാളക്കാരൻ പറയുന്നത്. അതെല്ലാം കൂടെ കേൾക്കുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടും അവരുടെ കൂടെ പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന കാര്യം ജാക്കിനും മനസ്സിലായി. അങ്ങനെ ജാക്കിന്റെ നിർദ്ദേശപ്രകാരം ആ പട്ടാളക്കാരൻ ഉടനെ തന്നെ ആ ബേസ് ക്യാമ്പിലുള്ള ആളുകളെ വിളിക്കുകയാണ്.
ആ ബേസ് ക്യാമ്പിൽ ഇപ്പൊ 4 പേരാണുള്ളത്. ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറയാനാണ് അവരങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ആ ബേസ് ക്യാമ്പിലുള്ള പട്ടാളക്കാരാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള മുഴുവൻ ആളുകളും കൂട്ടത്തോടെ അവരുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെയാണ് അവരുടെ വീടൊക്കെ ഇരിക്കുന്നത്. അത് വലിയൊരു സിറ്റി പോലെയാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ ആ സിറ്റിയുടെ കാഴ്ചയൊക്കെ കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലെത്തിയതിനു ശേഷം അവർ മറ്റൊരു കാഴ്ച കൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അവരൊരു കർട്ടൻ പൂക്കുകയാണ്. ആ കർട്ടന്റെ പുറകിലായിട്ടുണ്ടായിരുന്നത് ഡാനിയലിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റിന്റെ വലിയൊരു രൂപമായിരുന്നു. ആ സിംബലിനെ പറയുന്നത് ഐ ഓഫ് റാ എന്നാണ്. അതായത് റായുടെ കണ്ണ്. അപ്പൊ റായാണ് ഇവരുടെ ദൈവം എന്ന കാര്യം ഡാനിയലിന് മനസ്സിലായി. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഡാനിയലിനെ റായാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് അവന്റെ കഴുത്തിൽ ആ ലോക്കറ്റ് കണ്ടപ്പോൾ അവരെല്ലാവരും അവന്റെ മുന്നിൽ വണങ്ങിയത്. ഈ കാര്യങ്ങളൊക്കെ ഡാനിയലിനും ജാക്കിനും മനസ്സിലായി. ഈ സമയത്താണ് അവിടെ ഒരു വലിയ ശബ്ദം മുഴങ്ങുന്നത്. ഒരാൾ ശംഖ് ഊതുന്നതാണത്. അവിടെ എന്തെങ്കിലും അപകടം നടക്കുന്നുണ്ടെങ്കിലാണ് അയാൾ ശംഖ് ഊതുക. അങ്ങനെ ആ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് ചിതറി ഓടാൻ തുടങ്ങി. പക്ഷെ എന്തുകൊണ്ടാണ് അവരെല്ലാവരും ഓടുന്നത് എന്ന കാര്യം ജാക്കിനും ടീമിനും മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് ആ ബേസ് ക്യാമ്പിൽ നിന്നുള്ള പട്ടാളക്കാരൊക്കെ അവർ വിളിക്കുന്നത്. എന്നാൽ അവർ സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുഭൂമിയിൽ ശക്തമായിട്ടുള്ള പൊടിക്കാറ്റടിക്കുകയാണ്. ആ ഒരു കാര്യം പറയാനാണ് ആ ബേസ് ക്യാമ്പിൽ നിന്നും പട്ടാളക്കാർ വിളിച്ചത്. എന്നാൽ കാറ്റടിക്കുന്ന കാരണം ഒന്നും ക്ലിയർ ആവാത്തോണ്ട് ജാക്കിന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ഈ സമയം ജാക്ക് നോക്കുമ്പോൾ അവർ ആ സിറ്റിയുടെ ഡോറ് ക്ലോസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഈ സമയം ജാക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്ന് ആ വാതിൽ അടയ്ക്കുന്നവന്മാരൊക്കെ പിടിച്ച് മാറ്റാൻ തുടങ്ങി. മാത്രമല്ല ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി അവൻ താഴേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെടിവെച്ച് കേൾക്കുമ്പോൾ അവിടുത്തെ ആളുകളാണെങ്കിൽ പേടിച്ച് പിന്നോട്ട് മാറി നിൽക്കുകയാണ്. എന്നാൽ അവരെല്ലാവരും ജാക്കിനെയും ടീമിനെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം ശക്തമായിട്ടുള്ള പൊടിക്കാറ്റാണ് അടിക്കുന്നത്. എന്നാൽ അവർക്ക് ആ കാര്യം ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഈ സമയം സ്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ജാക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് എന്റെ കൂടെ വാ, ഞാനൊരു സാധനം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സ്കാർ ജാക്കിനെയും കൊണ്ട് നേരെ പുറത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവൻ നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള പൊടിക്കാറ്റ് ആ സിറ്റിക്ക് നേരെ വരുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അപ്പൊ ആ ആളുകളൊക്കെ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യം ജാക്കിന് മനസ്സിലായി. ഇനിയിപ്പോ തൽക്കാലം അവർക്ക് എന്തായാലും അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ കാറ്റൊക്കെ മാറുന്നവരെ അവിടെ തന്നെ കൂടാൻ അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ബേസ് ക്യാമ്പിലുള്ള പട്ടാളക്കാർ നേരെ ഓടുന്നത് ആ പിരമിഡിന്റെ അകത്തേക്കാണ്. ഇനി ആ കാറ്റ് മാറുന്നത് വരെ അവർക്കും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ സമയം രാത്രിയായി. ഇന്ന് പുതിയ ആൾക്കാർ വന്നുകൊണ്ട് തന്നെ അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇന്നൊരു ഉത്സവം പോലെയായിരുന്നു. അവരെ സൽക്കരിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്കും ബാക്കിയുള്ള പട്ടാളക്കാരും ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു താല്പര്യക്കുറവൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ഭാഗത്ത് കണ്ടുവരുന്ന ഒരു ജീവിയെ പൊരിച്ചിട്ട് അവരങ്ങോട്ട് കൊണ്ടിരുന്നത്. ഡാനിയൽ ഉടനെ തന്നെ അതിനെയും കഴിച്ചു നോക്കുകയാണ്. ഇതിന് നല്ല ചിക്കന്റെ ടേസ്റ്റ് ആണല്ലോ, നിങ്ങളും ധൈര്യമായിട്ട് കഴിച്ചോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് ഡാനിയൽ ഇത് കഴിച്ചതിന് ശേഷം പറയുന്നത്. ഈ സമയത്താണ് ജാക്ക് ഡാനിയലിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നോക്ക് ഡാനിയൽ, നീയല്ല പറഞ്ഞത് ഈ ഐ ഓഫ് റാ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സിമ്പിൾ ആണെന്ന്? അപ്പൊ അവർക്ക് ഒരു സിമ്പിൾ അറിയുന്നുണ്ടെങ്കിൽ ഈജിപ്ഷ്യൻ ലാംഗ്വേജിലെ ബാക്കിയുള്ള സിമ്പിൾസ് അവർക്ക് അറിയത്തില്ലേ എന്നാണ് ജാക്ക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അവർക്ക് ബാക്കിയുള്ള ഈജിപ്ഷ്യൻ സിമ്പിൾ അറിയാൻ സാധ്യതയുണ്ട്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജാക്ക് വേഗം തന്നെ ആ കുസൂഫിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം അവൻ ഓരോരോ സിമ്പിൾസ് അവിടെ വരച്ചു കാണിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ അതൊക്കെ വരയ്ക്കുന്നത് കാണുമ്പോൾ ആ കുസൂഫ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ വരച്ച ഉടനെ തന്നെ അയാൾ അത് മായ്ച്ചു കളയാണ്. അങ്ങനെ ഇവിടെ വരയ്ക്കാനൊന്നും പാടില്ല എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് എന്ന കാര്യം ഡാനിയലിന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഇവിടെ എഴുതാനും വായിക്കാനൊന്നും പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഡാനിയൽ ജാക്കിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അടുത്തതായിട്ട് അവർ മറ്റൊരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ഡാനിയലിനെ അവരൊരു ദൈവത്തിനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറച്ച് പെണ്ണുങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് അവനെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവന്റെ ശരീരം മൊത്തം വൃത്തിയാക്കിയതിനു ശേഷം അവനൊരു റൂമിന്റെ അകത്തേക്ക് കൊണ്ടിരുത്തുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ ശൗര്യ അവന്റെ റൂമിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൾ ഡ്രസ്സൊക്കെ കഴിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ എന്താണ് ഈ കാണിക്കുന്നത്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഡ്രസ്സൊക്കെ കയറ്റിയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കുസൂഫ് അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്റെ മകളാണ്, ഇവളെ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് തരാണ്, ഇനി മുതൽ ഇവള് നിന്റെ ഭാര്യയായിരിക്കും എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മറ്റൊരു നിവൃത്തിയില്ലാതെ അവൻ അവളെ റൂമിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഭാര്യയാണെന്ന് പറഞ്ഞെങ്കിലും അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ അവൻ എന്തൊരു മടിയുള്ളതുപോലെ. എന്നാൽ അവളെ സംബന്ധിച്ചിട്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഈ സമയത്താണ് അവരൊക്കെ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത് എന്ന കാര്യമൊക്കെ അവൻ അവിടെ വരച്ചു കാണിച്ചു കൊടുക്കുന്നത്. ഒരു പിരമിഡ് വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് അവൻ ആ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ അതൊക്കെ അവിടെ വരയ്ക്കുമ്പോഴേ അവൾക്ക് ഇൻട്രസ്റ്റ് ഒന്നും കാണുന്നില്ല. അത് കാണുമ്പോൾ ഓക്കെ ഞാൻ വരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ വരച്ച പിരമിഡിന് മുകളിൽ അവൾ ഒരു വട്ടം വരയ്ക്കുന്നത്. അതിൽ നിന്നും അവൾക്ക് ആ സിമ്പിൾ മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യം ഡാനിയലിന് മനസ്സിലായി. ഇതേ സമയം തന്നെ ആ പിരമിഡിനകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ജാക്കിനെയും ടീമിനെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അവർക്ക് ഇതുവരെയായിട്ട് ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും നിരാശയിലാണ് അവരവിടെ ഇരിക്കുന്നത്. ഈ സമയത്താണ് അവിടെ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നത്. മുകളിൽ നിന്നും എന്തോ താഴേക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ സ്പേസ് ഷിപ്പാണ്. ആ സ്പേസ് ഷിപ്പും ഒരു പിരമിഡിന്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. അത് വന്ന ഉടനെ തന്നെ അവരുള്ള ആ പിരമിഡിനെ മൊത്തം കവർ ചെയ്തിട്ടാണ് അത് അവിടെ ലാൻഡ് ചെയ്യുന്നത്. ആ ശബ്ദമൊക്കെ കേട്ടിട്ട് ആ പട്ടാളക്കാരാണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ലൈറ്റൊക്കെ വരാൻ തുടങ്ങി. ആ പട്ടാളക്കാരാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എന്തോ ഒരു സാധനം വന്നിട്ട് ഒരു പട്ടാളക്കാരനെ കൊന്നുകളയുന്നത്. അതിനുശേഷം വേറൊരു പട്ടാളക്കാരനെയും ആ സാധനം കൊല്ലുന്നുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് 2 പട്ടാളക്കാരാണ്. അവരാണെങ്കിൽ എന്താണ് നടക്കുന്നത് എന്നറിയാതെ ആകെ പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള 2 പട്ടാളക്കാരെയും ആ സാധനം അടിച്ചു വീഴ്ത്തി. ഈ സമയത്താണ് ഒരു പട്ടാളക്കാരൻ ആ സാധനത്തിനെ കാണുന്നത്. ഒരു പ്രത്യേക തരം ഡ്രസ്സൊക്കെ ഇട്ട ഒരു ജീവിയായിരുന്നു അത്. അതിനെ കണ്ട് അയാൾ ശരിക്കും പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഇതേ സമയം തന്നെ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ വീടിനകത്ത് ഒരു റൂമിലിരുന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ സ്കാറെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ലൈറ്ററൊക്കെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവനിങ്ങനെ ആ ലൈറ്ററിലേക്ക് തന്നെ തുറച്ചു നോക്കുന്ന കാണുമ്പോൾ ജാക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റർ അവന് കൊടുക്കുകയാണ്. അത് കൈ കിട്ടുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. ഈ സമയത്താണ് അവൻ അവിടുത്തെ സിഗരറ്റ് ശ്രദ്ധിക്കുന്നത്. ജാക്ക് വലിക്കുന്ന പോലെ തന്നെ അവനെടുത്തൊരു സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. എന്നാൽ അതിന്റെ പുക അകത്തേക്ക് എടുക്കുമ്പോൾ അവൻ വല്ലാതെ ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ സിഗരറ്റ് എടുത്ത് കളയുകയും ചെയ്യുന്നു. പക്ഷെ അവൻ ആ ലൈറ്റർ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നീ എടുത്തോ, അതിനി നിന്റേതാണ് എന്നാണ് ജാക്ക് അവന്റെ അടുത്ത് പറയുന്നത്. അടുത്തതായിട്ട് അവൻ അവിടെയുള്ള തോക്കാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് ജാക്കിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൽ തൊടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ജാക്ക് അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. ഇതേ സമയം തന്നെ ശൗര്യയാണെന്നുണ്ടെങ്കിൽ ഡാനിയലിനെ കൊണ്ടുപോകുന്നത് അവിടെയുള്ള ഒരു ഇടുങ്ങിയ സ്ഥലത്തേക്കാണ്. അവിടെ കുറെ സിമ്പിൾസ് ഒക്കെ ഉണ്ട്. ഈജിപ്ഷ്യൻ ഭാഷയിൽ എഴുതിയതാണ്. അതെല്ലാം കാണിച്ചു കൊടുക്കാനാണ് അവൾ ഡാനിയലിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഈജിപ്ഷ്യൻ സിമ്പിൾസ് ഒക്കെ അവൾക്കും അറിയാം. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം തന്നെ ആ ജീവികളാണെങ്കിൽ 2 പട്ടാളക്കാരെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോവാണ്. അവരുടെ സ്പേസ് ഷിപ്പിനകത്ത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അവനെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ആ ബോക്സ് ഓപ്പൺ ആവാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ബോക്സിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വരുന്നത്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ജാക്ക് നോക്കുമ്പോൾ ഡാനിയലിനെ കാണുന്നില്ല. ഡാനിയൽ എവിടെ പോയി എന്നറിയാൻ വേണ്ടി ജാക്ക് നേരെ ചെല്ലുന്നത് ആ സ്കാരയുടെയും കൂട്ടരുടെ അടുത്തേക്കാണ്. അതിനുശേഷം ഡാനിയലിന്റെ ഒരു ജാക്കറ്റ് കാണിച്ചിട്ട് ഡാനിയൽ എവിടെ പോയി എന്നറിയോ എന്നാണ് ജാക്ക് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ അവൻ എവിടെയാണ് പോയത് എന്ന കാര്യം സ്കാരയ്ക്കും കൂട്ടർക്കും അറിയത്തില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. സ്കാര എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജാക്കറ്റ് മേടിച്ചിട്ട് നേരത്തെ കണ്ട ആ ജീവി ഉണ്ടല്ലോ അതിനെ മണപ്പിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മണം പിടിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണത്. ആ മണം കിട്ടിയ ഉടനെ തന്നെ ആ ജീവി അവരെയും കൊണ്ട് നേരെ ഡാനിയലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതേ സമയം തന്നെ ഡാനിയലും ശൗര്യയും കൂടെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം വായിച്ചെടുത്തിട്ടുണ്ട്. ജാക്ക് അങ്ങോട്ട് വരുമ്പോൾ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ജാക്കിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതായത് അതൊരു കഥയാണ്. ആരാണ് റാ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ റാ എന്ന് പറയുന്നത് ഒരു ഏലിയൻ ആണ്. അവന്റെ ഗ്രഹം നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ വംശത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ മറ്റൊരു ഗ്രഹം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് അവന്റെ ശരീരവും ഏകദേശം നശിച്ച അവസ്ഥയിലായിരുന്നു. അവൻ ഇനി ജീവൻ നിലനിർത്തണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ ശരീരത്തിലേക്ക് കയറണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അവൻ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവൻ ഗാലക്സികൾ മൊത്തം സെർച്ച് ചെയ്തിട്ട് ഒരു ഗ്രഹം കണ്ടെത്തി. അത് നമ്മുടെ ഭൂമിയായിരുന്നു. അങ്ങനെ അവർ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തി. ഈ സീനാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത്. അവരങ്ങോട്ട് വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം പേടിച്ചോടി. എങ്കിലും ഒരു പയ്യൻ മാത്രം പേടിയൊന്നുമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെയാണ് ഈ റാ പിടിച്ചത്. എന്നിട്ട് ഈ റായുടെ ശരീരം ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്കാക്കി. അങ്ങനെ റാ മനുഷ്യരൂപത്തിലായതിനു ശേഷം അവന്റെ തന്നെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ തുടങ്ങി. അവനായിരുന്നു ആ സാമ്രാജ്യത്തിന്റെ റൂളർ. അങ്ങനെ അവൻ ആ സ്റ്റാർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് ആയിരക്കണക്കിന് ജനങ്ങളെ ഈ ഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ കൊണ്ട് ഇവിടുത്തെ മൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ മിനറൽസ് വെച്ചിട്ടാണ് അവരുടെ ടെക്നോളജി മൊത്തം പണിതുകൊണ്ടിരിക്കുന്നത്. ആ ടെക്നോളജി വെച്ചിട്ട് ഈ റായ്ക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. അങ്ങനെ അതിനുശേഷം പിന്നീട് ഭൂമിയിൽ എന്തോ സംഭവിച്ചു. അവിടെ ഒരു കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. അതിനെ തുടർന്ന് അവിടെയുള്ള ആളുകളൊക്കെ ആ സ്റ്റാർ ഗേറ്റ് അവിടെ കുഴിച്ചിടുകയാണ് ചെയ്തത്. ആ കലാപം ഉണ്ടായതുകൊണ്ട് തന്നെ റാ ബാക്കിയുള്ള ആളുകളെയും കൊണ്ട് ഈ ഗ്രഹത്തിലേക്ക് പോന്നു. എന്നിട്ട് ഈ ഗ്രഹത്തിൽ എഴുത്തും വായനയും എല്ലാം അവൻ നിരോധിച്ചു. അതിനി ഇവിടെ മറ്റൊരു കലാപം പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മാത്രമല്ല അവരവരുടെ പാസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം ഓർത്തെടുക്കാനും പാടില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എഴുത്തും വായനയും എല്ലാം അവൻ നിരോധിച്ചത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഡാനിയൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു പട്ടാളക്കാരൻ അങ്ങോട്ട് വന്നിട്ട് അവരെ വിളിക്കുന്നത്. അവനിപ്പം അവിടെ കുറെ സിമ്പിൾസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സിമ്പിൾസ് ആയിരുന്നു ഇവിടുത്തെ സ്റ്റാർ ഗേറ്റ് ഓൺ ആക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ ഡാനിയൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ 7ാമത്തെ സിമ്പിൾ കാണുന്നില്ല. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അത് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് കിട്ടാതെ ആ സ്റ്റാർ ഗേറ്റ് ആണെങ്കിൽ അവർക്ക് ഓണാക്കാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും നിരാശയിലായി. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടുത്തെ കാറ്റൊക്കെ ഒതുങ്ങി. ജാക്കും ടീമും ഇപ്പൊ നേരെ പോകുന്നത് അവരുടെ ബേസ് ക്യാമ്പിലേക്കാണ്.
ഈ ഡാനിയലിനെ പിരിയാന്ന് പറയുന്നത് ശൗര്യയെ സംബന്ധിച്ചിട്ട് നല്ല വിഷമമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ സങ്കടത്തോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ആ പിരമിഡിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയത്താണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ പിരമിഡിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് ഒരു സ്പേസ്ഷിപ്പ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് അവരാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ചിട്ട് ആ പിരമിഡിന്റെ അകത്തേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം ഇവരെയും ഫോളോ ചെയ്തുകൊണ്ട് ആ സ്കാറയും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്. ആ കാര്യം ജാക്കും ടീമും കണ്ടിട്ടില്ല. അങ്ങനെ ജാക്കും ടീമും ആ പിരമിഡിന്റെ അകത്തേക്ക് എത്തി. പക്ഷെ അവര് നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള പട്ടാളക്കാരെ ഒന്നും അവിടെ കാണുന്നില്ല. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ചിതറിക്കിടക്കുന്ന ചില ബുള്ളറ്റിന്റെ ഷെല്ലുകൾ മാത്രമാണ്. അതിൽ നിന്നും അവിടെ എന്തോ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്ന കാര്യം ജാക്കിന് മനസ്സിലായി. ഈ സമയത്താണ് ആ ജീവി അങ്ങോട്ട് വരുന്നത്. അതിന്റെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഉണ്ട്. അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ആ ജീവി ഉടനെ തന്നെ ഒരു പട്ടാളക്കാരൻ അത് വെച്ച് ഷൂട്ട് ചെയ്ത് തെറിപ്പിക്കുകയാണ്. ഇതെല്ലാം ആ സ്കാറയും കൂട്ടരും കാണുന്നുണ്ട്. അതൊക്കെ കണ്ട് അവര് ശരിക്കും പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പിന്നെയും ആ ജീവികൾ ആ പട്ടാളക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ജാക്ക് ഡാനിയലും കൊണ്ട് നേരെ ഓടിച്ചെല്ലുന്നത് ആ സ്റ്റാർ ഗേറ്റിന്റെ അടുത്തേക്കാണ്. ജാക്ക് അവിടെ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഓണാക്കാനാണ് അവനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ബോംബ് ഇപ്പൊ അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട്. ഈ സമയത്താണ് അവർ നേരത്തെ മുകളിൽ കണ്ട ആ ഡോർ ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിനകത്തു നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ലിഫ്റ്റാണ് താഴേക്ക് വരുന്നത്. അത് താഴേക്ക് വന്ന് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അതിനകത്ത് ഒരു ജീവി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ സ്പേസ്ഷിപ്പിൽ നിന്നും താഴേക്ക് ആളെ ഇറക്കാനും ഇവിടെ നിന്നും മുകളിലേക്ക് ആളെ കൊണ്ടുപോകാനുമാണ് ആ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ആ ജീവി വന്നതിന്റെ പുറകിലായിട്ട് വേറെയും 2 ആളുകൾ കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ ജാക്കിനെയും ഡാനിയലിനെയും ആ ലിഫ്റ്റിനകത്തേക്ക് കയറ്റിയിട്ട് മുകളിലുള്ള അവരുടെ സ്പേസ്ഷിപ്പിലേക്ക് പോവാണ്. ആ ജീവിയുടെ കയ്യിൽ ഒരു നീല കളറുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാലാണ് ആ ലിഫ്റ്റ് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു. ഈ കാര്യം ജാക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ ജീവികൾ അവരെ കൊണ്ടുപോകുന്നത് ആ സ്പേസ്ഷിപ്പിനകത്തുള്ള ഒരു സിംഹാസനത്തിന്റെ അടുത്തേക്കാണ്. ഇതാണ് റായിയുടെ സിംഹാസനം. കുറച്ചു സമയം കഴിയുമ്പോൾ റായും അങ്ങോട്ടെത്തി. അതിനെ കണ്ട് അവരാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ റാ ആ സിംഹാസനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ അയാളുടെ കുറച്ച് അനുയായികൾ ആ ബോംബും കൂടെ അവരുടെ മുന്നിലേക്ക് കൊണ്ടിരുന്നുണ്ട്. ഈ സമയത്താണ് ജാക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആറ്റം ബോംബാണ് എന്ന കാര്യം ഡാനിയലിന് മനസ്സിലാവുന്നത്. ഇതെന്തിനാണ് നീ ബോംബൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് എന്നൊക്കെയാണ് ഡാനിയൽ ജാക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ ജാക്ക് ആണെങ്കിൽ ഇപ്പോൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയത്താണ് റായുടെ നിർദ്ദേശപ്രകാരം അവന്റെ അപ്പുറത്തും നിൽക്കുന്ന ജീവികൾ അവരുടെ ശരീരത്തിൽ ഒരു ബട്ടണിൽ ഞെക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ധരിച്ചിരിക്കുന്ന ആ മാസ്ക് ഒക്കെ അപ്രത്യക്ഷമാവാണ്. ഇപ്പൊ റായുടെ അനുയായികളായിട്ട് നിൽക്കുന്ന ആ 2 പേര് ജാക്കിന്റെ ടീമിലുണ്ടായിരുന്ന പട്ടാളക്കാരായിരുന്നു. അവരുടെ ശരീരവും ഇപ്പൊ ആ റായുടെ ആളുകൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിനി റാ പറയുന്നത് മാത്രമേ അനുസരിക്കത്തുള്ളൂ. അങ്ങനെ റായും അത് ധരിച്ചിരിക്കുന്ന ആ മാസ്ക് മാറ്റാണ്. ഇതെല്ലാം കാണുമ്പോൾ ജാക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്നും ആ സ്റ്റിക്ക് മേടിച്ചിട്ട് വേറൊരുത്തനെ ഷൂട്ട് ചെയ്ത് തെറിപ്പിച്ച ആളെയാണ്. അത് കാണുന്ന മറ്റൊരുത്തനാണെന്നുണ്ടെങ്കിൽ ഡാനിയലിന് നേരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവൻ മരിക്കുകയും ചെയ്യുന്നു. ഈ സമയം ജാക്കാണെങ്കിൽ റായ്ക്ക് നേരെയാണ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവന്റെ കൂടെയുള്ള കുറെ കുട്ടികളുണ്ട്. അവരെല്ലാവരും റായെ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാക്കിന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ മറ്റൊരാൾ വന്നിട്ട് ജാക്കിനെ ഇടിച്ച് താഴേക്കിടുകയാണ്. ഈ സമയത്താണ് റാ ഡാനിയലിനെ ശ്രദ്ധിക്കുന്നത്. അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റാണ് അതിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ റായുടെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ളവരെല്ലാവരും ജാക്കിനെ പിടിച്ചിട്ട് അവിടെ താഴെയുള്ള വെള്ളത്തിലേക്കാണ് എടുത്തിരുന്നത്. ജാക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ള പട്ടാളക്കാരെയും അവർ അതിനകത്തേക്ക് തന്നെയാണ് ഇട്ടു വെച്ചിരിക്കുന്നത്. അവരെ കാണുമ്പോഴാണ് ജാക്കിനൊന്ന് ആശ്വാസമാവുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവരെ ഇട്ടു വെച്ചിരിക്കുന്ന കൂടാണെങ്കിൽ അടയുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ പിരമിഡിന്റെ അകത്തു നിന്നും ഇപ്പൊ 2 ചെറിയ വിമാനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ നേരെ പോകുന്നത് അവിടെയുള്ള ആളുകൾ താമസിക്കുന്ന ആ സിറ്റിയിലേക്കാണ്. ഈ സമയം സ്കാറയും കൂട്ടരുമാണെന്നുണ്ടെങ്കിൽ ജാക്കിന്റെ ആ ബേസ് ക്യാമ്പിലാണുള്ളത്. അവരിപ്പോ അവിടുത്തെ തോക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ വിമാനങ്ങൾ പോകുന്നവർ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവരവിടെ പതുങ്ങിയിരിക്കുകയാണ്. ഈ സമയം ആ വിമാനങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ ആ സിറ്റിയിലേക്ക് ചെന്നിട്ട് അവിടെ തുടരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് റാ അവിടുത്തെ ആളുകൾക്ക് കൊടുത്തൊരു ശിക്ഷയായിരുന്നു. അതായത് സ്ട്രേഞ്ചേഴ്സിനെ സഹായിച്ചതിന്. ആ ഷൂട്ട് ഔട്ടിൽ ആ സിറ്റിയിലുള്ള പല ആളുകളും കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ കുറെയൊക്കെ ആ സിറ്റിയിലെ ഭാഗങ്ങളും നശിപ്പിച്ചതിന് ശേഷമാണ് ആ വിമാനങ്ങളൊക്കെ തിരിച്ചു പോകുന്നത്. സ്കാറയും കൂട്ടരും അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവന്റെ കൂട്ടത്തിലുള്ള കുറെ ആളുകൾ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ശരിക്കും വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം ആ കുസൂഫ് അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ സ്ട്രേഞ്ചേഴ്സിനെ സഹായിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് റാ നമ്മളെ ശിക്ഷിച്ചത് എന്നൊക്കെയാണ് അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡാനിയൽ ഓൾറെഡി മരിച്ചതായിരുന്നല്ലോ. എന്നാൽ ഇപ്പൊ അവന് ജീവൻ വന്നിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ അവൻ കിടക്കുന്നത് അവരുടെ ആ പ്രത്യേക ബോക്സിന്റെ അകത്താണ്. ഈ ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും ഇഞ്ചുറി പറ്റുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ബോക്സിന്റെ അകത്തേക്ക് കിടത്തിയാൽ മതി, അയാൾക്ക് ജീവൻ വരും. അവൻ നോക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ മുറിവുകൾ വരെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവൻ നേരെ ചെല്ലുന്നത് റായുടെ അടുത്തേക്കാണ്.
അതിനുശേഷം റായുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ജീവൻ വെച്ചത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾ മനുഷ്യരെ തന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. നിങ്ങൾ മനുഷ്യരുടെ ശരീരത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് റിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയല്ലോ. ഒരു ആറ്റത്തിന്റെ പവർ വരെ ഉപയോഗിക്കാൻ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുന്ന ഒന്നാണ് എന്നൊക്കെയാണ് റാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ആ ബോംബും അവിടെ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എന്താണ് നിങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഡാനിയൽ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇനി നീ ആ സ്റ്റാർ ഗേറ്റ് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ ബോംബ് ഇപ്പോൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് അയക്കാൻ പോവാണ്. ഈ ബോംബ് മാത്രമല്ല, ഇതിന്റെ കൂടെ ഇവിടുത്തെ ചില മിനറൽസും ഞങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ബോംബ് ഭൂമിയിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബോംബിന്റെ ശക്തിയെക്കാളും 100 മടങ്ങ് ശക്തിയോടെ ആയിരിക്കും അത് പൊട്ടാൻ പോകുന്നത് എന്നാണ് റാ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്തിനാണ് നീ അതൊക്കെ ചെയ്യുന്നത്? ഞങ്ങളുടെ ഗ്രഹം നശിപ്പിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? നിങ്ങളുടെ സിവിലൈസേഷൻ ഉണ്ടാക്കിയത് തന്നെ ഞാനാണ്. ഇനി അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് നശിപ്പിക്കാൻ പോവാണ് എന്നാണ് റാ പറയുന്നത്. അത് കേട്ട് ഡാനിയൽ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയത്താണ് റാ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്. ഇനി നീ ഞാൻ പറയുന്ന ഒരു ജോലി കൂടെ ചെയ്യണം. എന്റെ ഇവിടെയുള്ള വർക്കേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവരുടെ ദൈവം തന്നെയാണ് എന്ന കാര്യം നീ തന്നെ അവരെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി നിന്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ നീ കൊന്നു കാണിക്കണം. അങ്ങനെ നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലും എന്നാണ് റാ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം റാ അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റ് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഷൗരി ആണെങ്കിൽ നേരത്തെ കണ്ട സിംബലുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ സ്കാറയും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്. സ്കാറ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാ ഇപ്പൊ നമ്മളൊരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരണം എന്നാണ് അവൻ അറിയിക്കുന്നത്. അത് കേൾക്കുന്ന ഷൗരി ആണെങ്കിൽ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി. ഡാനിയൽ എന്നോട് ഈ റായെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് റായ് എന്നും റായ് ഇപ്പോ അവിടുത്തെ ജനങ്ങളെ മൊത്തം അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷൗരി ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോഴാണ് അവരെല്ലാവരും റായുടെ അടിമകളായിട്ടാണ് ജീവിക്കുന്നത് എന്ന കാര്യം സ്കാറയും കൂട്ടരും തിരിച്ചറിയുന്നത്. ഇനി അങ്ങനെ ഒരു ജീവിതം അവർക്ക് ആവശ്യമില്ല എന്നാണ് അവരിപ്പോ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് നടക്കുന്ന സമയമായി. അവിടെയുള്ള മുഴുവൻ ആളുകളും ആ പിരമിഡിന് മുറ്റത്തായിട്ട് കൂടിയിട്ടുണ്ട്. റായുടെ നിർദ്ദേശപ്രകാരം ഡാനിയലിന്റെ കൂടെയുള്ള ആളുകളെ അവിടെ കൊല്ലാൻ വേണ്ടി നിരത്തി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ റാ പറഞ്ഞനുസരിച്ചിട്ട് ഡാനിയൽ ഒരു സ്റ്റിക്കും എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സ്കാർ ഒരു കാര്യം ചെയ്യുന്നത്. അവന്റെ കയ്യിൽ ആ ലൈറ്റർ ഉണ്ടല്ലോ, അവൻ അതിലേക്ക് സൂര്യപ്രകാശം അടിച്ച് കാണിക്കാൻ തുടങ്ങി. അതൊരു സിഗ്നലാണ് എന്ന കാര്യം ഡാനിയലിനും മനസ്സിലായി. ഈ സമയത്താണ് സ്കാർ അവന്റെ കയ്യിലിരിക്കുന്ന ആ തോക്കും കൂടെ ഡാനിയലിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ സമയം ഡാനിയൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സ്റ്റിക്ക് എടുത്തിട്ട് റായുടെ ആൾക്കാർക്ക് നേരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്കാരയും ബാക്കിയുള്ളവരും അവരുടെ കയ്യിലുള്ള തോക്ക് എടുത്തിട്ട് മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാരെല്ലാം അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അവർ ഡാനിയലിനെയും കൂട്ടരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡാനിയലിനെയും ജാക്കിനെയും അവർ ആ മൃഗത്തിന്റെ പുറത്തേക്ക് കയറ്റിയിട്ട് വേഗം അതിനെ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ ഒരു ഗുഹയ്ക്കകത്താണ് കൂടിയിരിക്കുന്നത്. അവരവിടെ ഇരിക്കുമ്പോഴാണ് ഡാനിയൽ ജാക്കിന്റെ അടുത്ത് ആ ബോംബിന്റെ കാര്യം ചോദിക്കുന്നത്. എന്തിനാണ് സ്റ്റാർ ഗേറ്റിന്റെ അടുത്ത് അങ്ങനെ ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചത് എന്നാണ് ഡാനിയൽ ജാക്കിനോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് എനിക്ക് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർ ഗേറ്റ് തകർത്ത് കളയാനായിരുന്നു എന്റെ മുകളിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് എന്നാണ് ജാക്ക് അതിന് മറുപടി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്നാ പിന്നെ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. റായ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ആ ബോംബിനെ നമ്മുടെ ഭൂമിയിലേക്ക് അയക്കാന്നുള്ളതാണ്. അതിന്റെ കൂടെ ഇവിടുത്തെ കുറച്ച് മിനറൽസും അയക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ബോംബിന്റെ 100 മടങ്ങ് ഇരട്ടിയിലായിരിക്കും അത് പൊട്ടുക. അതുകൊണ്ട് ഉടനെ തന്നെ നമുക്കത് തടയണം എന്നൊക്കെയാണ് ഡാനിയൽ പറയുന്നത്. ഇതേ സമയം തന്നെ റായ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ അശ്രദ്ധ കാരണമാണല്ലോ ആ പട്ടാളക്കാരൊക്കെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കാനാണ് റാ തീരുമാനിച്ചിരിക്കുന്നത്. അവന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. റായ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവിടെയുള്ള ഒരാളെ ടച്ച് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അയാൾ പുറകിലേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഡിവൈസ് വെച്ചിട്ട് തന്നെ റാ അയാളെ കൊന്നുകളയാണ്. ഇതേ സമയം തന്നെ ആ ഗുഹയിൽ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഡാനിയലും ആ ജോലി ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് നോക്കുമ്പോൾ ആ പിള്ളേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ശൗരിയുടെ ഹസ്ബൻഡ് അല്ലേ, നീ ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുന്ന ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ നേരെ ശൗരിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവനെ കാണുമ്പോൾ നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ, നീ എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, അത് ഞാൻ അവരോട് പതിയെ പറഞ്ഞോളാം എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ അവളെ ഭാര്യയായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വിഷമത്തോടെ അവൾ ആ കാര്യം പറയുമ്പോൾ അവൻ അവളെ കിസ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സ്കാര ഇപ്പോ ആ ചുമരിൽ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ഡാനിയൽ ആണെങ്കിൽ നീ എന്താണ് ഈ വരയ്ക്കുന്നത് എന്നാണ് അവന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇന്ന് നമ്മളുടെ വിജയത്തിന്റെ ദിവസമാണ്, അതാണ് ഞാൻ ഇവിടെ വരച്ചു വെക്കുന്നത് എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അവനിപ്പോ അവിടെ വരച്ചിരിക്കുന്നത് ഒരു പിരമിഡും അതിന് മുകളിൽ 3 വട്ടവുമാണ്. അത് കാണുമ്പോഴാണ് ഡാനിയലിന് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. അവരിതുവരെ കണ്ടുപിടിക്കാത്ത ആ 7ാമത്തെ സിംബൽ ഉണ്ടല്ലോ, അതാണത്.
അതായത് പിരമിഡിന് മുകളിൽ 3 ചന്ദ്രൻ. ഭൂമിയിലെ സ്റ്റാർഗേറ്റിലുള്ള അവസാനത്തെ സിമ്പൽ പിരമിഡിന് മുകളിലുള്ള ഒരു സൂര്യനായിരുന്നു. എന്നാൽ ഇവിടെ പിരമിഡിന് മുകളിൽ 3 ചന്ദ്രൻ വരുന്നതാണ് 7ാമത്തെ സിമ്പൽ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റായുടെ ആൾക്കാരൊക്കെ അവിടെയുള്ള ആളുകളെ കൊണ്ട് ആ മിനറൽസ് ഒക്കെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവർ ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ ജാക്കും ടീമും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അയാളെ ഷൂട്ട് ചെയ്ത് താഴേക്കിടുകയാണ്. അതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാക്കാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് കുസൂഫ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല അച്ഛാ, ഒരു ദുരന്തം ഉണ്ടാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇത്രയും കാലം നമ്മളെല്ലാവരും ഇവരെ അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഒരിക്കലും നമുക്ക് അങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സ്കാർ അതിന് മറുപടി പറയുന്നത്. എന്നാൽ കുസൂഫ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അവരുടെ മുന്നിൽ വണങ്ങി നിൽക്കാനാണ് അയാൾ ഇപ്പോഴും അവിടെയുള്ള ആളുകളോട് പറയുന്നത്. എന്നാൽ ഈ സമയം ഡാനിയൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വീണ് കിടക്കുന്നവൻ ധരിച്ചിരിക്കുന്ന മാസ്ക് മാറ്റുകയാണ്. അതിനുശേഷം കുസൂഫിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇവനെ നോക്കിക്കേ, നമ്മളെപ്പോലെ തന്നെയാണ് ഇവനും ഇരിക്കുന്നത്. ഇവൻ ഒരിക്കലും ഒരു ദൈവമൊന്നുമല്ല. ഇവരെല്ലാവരും ഇവരുടെ ശക്തി വെച്ചിട്ട് നിങ്ങൾ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇനി നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് ഡാനിയൽ പറയുന്നത്. അയാളുടെ മുഖം നേരിട്ട് കാണുമ്പോഴാണ് കുസൂഫിനും ആ കാര്യം വിശ്വാസമാവുന്നത്. ഇതേ സമയം തന്നെ റായുടെ 2 ആളുകൾ ആ ബോംബും കൊണ്ട് നേരെ പോകുന്നത് ആ സ്റ്റാർഗേറ്റിന്റെ അടുത്തേക്കാണ്. വേറെ കുറെ ആളുകൾ ആ മിനറൽസും കൊണ്ട് ആ പിരമിഡിനകത്തേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ജാക്കും ടീമും ഉണ്ടായിരുന്നു. അവരാണ് ആ മിനറൽസ് ഒക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ആ പിരമിഡിനകത്തേക്ക് എത്തിയ ഉടനെ തന്നെ ജാക്കും ടീമും ആ റായുടെ അനുയായികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ വെടിവെച്ച് കേൾക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ അകത്തേക്ക് ഓടി വരാൻ തുടങ്ങി. അത് കാണുന്ന റായുടെ ആൾക്കാരൊക്കെ ആ പിരമിഡിന്റെ ഡോറ് ക്ലോസ് ചെയ്യാണ്. ഈ സമയത്താണ് ആ സ്പേസ്ഷിപ്പിൽ നിന്നും വീണ്ടും ആ വിമാനങ്ങൾ പുറത്തേക്ക് വരുന്നത്. അത് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ പുറത്തു നിൽക്കുന്ന ആളുകളെയൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും അവർ ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ കവാൽസ്കിയും ടീം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ആ മിനറൽസ് കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ അതെല്ലാം കുത്തനെ നിർത്തിയിട്ട് അതിന്റെ ഇടയിൽ പതുങ്ങിയിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം റായും കാണുന്നുണ്ട്. പുള്ളി ശരിക്കും ദേഷ്യത്തിലാണ്. എത്രയും പെട്ടെന്ന് ആ ബോംബെടുത്ത് ഭൂമിയിലേക്ക് അയക്കണം എന്നാണ് റായ് ഇപ്പോൾ ഓർഡർ ഇടുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഒരുത്തനാണെങ്കിൽ ആ ബോംബ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അതിനിടയിൽ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ബോംബിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി അധികം വൈകിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോംബ് അവർ ഭൂമിയിലേക്ക് അയക്കും. അതെന്തായാലും നടക്കാൻ പാടില്ല. അതിനുവേണ്ടി അവൻ ഉടനെ തന്നെ ആ ബോംബ് അവിടെ സെറ്റ് ചെയ്തിട്ട് അത് ഓണാക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഡാനിയലും ശൗര്യം അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ഞാൻ ഈ ബോംബ് ഓണാക്കാൻ പോവാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് പോകണം, എന്നിട്ട് അവിടുത്തെ സ്റ്റാർഗേറ്റ് നശിപ്പിച്ച് കളയണം. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒരിക്കലും ഇനി ഭൂമിയിലേക്ക് വരാൻ സാധിക്കത്തില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ് ജാക്ക് പറയുന്നത്. അങ്ങനെ ജാക്ക് ആ ബോംബ് ഓണാക്കി. 7 മിനിറ്റിനകം അത് പൊട്ടിത്തെറിക്കും. അതിനുള്ളിൽ ഡാനിയൽ ഭൂമിയിലേക്ക് പോകണം. എന്നാൽ പെട്ടെന്നാണ് റായുടെ ഒരു അനുയായി അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ശൗര്യക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവൾ മരിക്കുകയും ചെയ്യുന്നു. അത് കണ്ട ഉടനെ തന്നെ ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരെ തിരിച്ച് ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അയാളുടെ പണിയും തീരുന്നു. അതിനിടയിലാണ് റാ അയച്ച ആ വ്യക്തി നേരെ ആ ലിഫ്റ്റിലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ അയാൾ ആ സ്റ്റാർഗേറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ തുടങ്ങി. ഈ ഒരു കാര്യം ഡാനിയൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് ശൗര്യയും കൊണ്ട് ആ ലിഫ്റ്റ് വരുന്ന ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ ഡാനിയലും ശൗര്യയും ഉടനെ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അതോടൊപ്പം തന്നെ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നവനാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ജാക്കിനെ പിടിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഡാനിയൽ നേരെ അവളെയും കൊണ്ട് പോകുന്നത് ആ ബോക്സിന്റെ അടുത്തേക്കാണ്. അവളെ ഇനി ജീവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ബോക്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അവൻ ഉടനെ തന്നെ ശൗര്യ ആ ബോക്സിന്റെ അകത്തേക്ക് കിടത്തുകയാണ്. ഈ സമയവും ജാക്കും അയാളും തമ്മിലുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് നോക്കുമ്പോൾ ഇനി ആ ബോംബ് പൊട്ടാൻ 3 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ ഉറപ്പായിട്ടും ഡാനിയലിന് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന കാര്യം ജാക്കിന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ആ ബോംബ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന അയാളാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അയാൾ വീണ്ടും ജാക്കിനെ പിടിച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ശൗര്യയെ കടത്തിയ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അവൾ ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ല. എങ്കിലും ഡാനിയൽ ഉടനെ തന്നെ അവളെയും പൊക്കിയെടുത്തിട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അതിനുശേഷം അവളെ തിരിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ആ ലിഫ്റ്റ് വരുന്ന ഭാഗത്തേക്കാണ് അവർ പോകുന്നത്. എന്നാൽ പെട്ടെന്നാണ് റാ അവന്റെ അടുത്തേക്ക് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ ആ ഡിവൈസ് വെച്ചിട്ട് അവന്റെ തലയിൽ പ്രസ് ചെയ്യാൻ തുടങ്ങി. ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ അനങ്ങാൻ പറ്റാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയവും ജാക്കും അയാളും തമ്മിലുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജാക്ക് അവനെ ഇടിച്ചിട്ടിട്ട് നേരെ ആ ലിഫ്റ്റിന്റെ അവിടേക്കാണ് കിടത്തുന്നത്. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ബട്ടണിൽ ഞെക്കാണ്. അതോടൊപ്പം തന്നെ ആ ലിഫ്റ്റ് വന്നിട്ട് ആ മനുഷ്യന്റെ നെഞ്ചത്തേക്കാണ് ലാൻഡ് ചെയ്യുന്നത്. ഇതേ സമയം ഡാനിയൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ റായ്ക്കിട്ട് ഒരു ഇടി കൊടുത്തിട്ട് അവന്റെ കഴുത്തിൽ നിന്ന് ആ ലോക്കറ്റ് പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അവൻ ശൗര്യയും കൊണ്ട് ആ ലിഫ്റ്റിന്റെ അകത്തേക്കാണ് നിൽക്കുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ആ ലിഫ്റ്റിന്റെ അകത്ത് കടന്നവന്റെ തലയാണ് റായുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഡാനിയലും ശൗര്യയും ജാക്കിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഈ സമയം ജാക്ക് നോക്കുമ്പോൾ ആ ബോംബ് പൊട്ടാൻ വേണ്ടി ഇനി 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവൻ വേഗം ചെന്നിട്ട് അത് ഓഫ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. സമയമാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
ഇതേ സമയം തന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ സ്കാരയുടെയും കൂട്ടരുടെയും ചുറ്റുമായിട്ട് റായുടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് കുസൂഫ് അവരുടെ ആളുകളെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ റായുടെ അനുയായികൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെല്ലാവരും കൂട്ടത്തോടെ ഓടി വന്നിട്ട് റായുടെ അനുയായികളെ മൊത്തം ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. ഇതെല്ലാം റായും കാണുന്നുണ്ട്. ഇനിയിപ്പോ ആ ഗ്രഹത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം റായ്ക്ക് മനസ്സിലായി. റാ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ സ്പേസ് ഷിപ്പ് മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. ഇതേ സമയം തന്നെ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ബോംബ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇനിയാണെങ്കിൽ ആകെ 45 സെക്കൻഡാണ് ബാക്കിയുള്ളത്. അത് കാണുമ്പോഴാണ് ഡാനിയലിന് ഒരു ഐഡിയ തോന്നുന്നത്. റാ എന്തായാലും അവന്റെ സ്പേസ് ഷിപ്പുമായിട്ട് മുകളിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ആ ബോംബിനെ ആ സ്പേസ് ഷിപ്പിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ഈ സമയമാകുമ്പോഴേക്കും സ്പേസ് ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൽ നിന്ന് ഒരുപാട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഡാനിയലും ജാക്കും കൂടെ ആ ബോംബ് ആ ലിഫ്റ്റ് വഴി ആ സ്പേസ് ഷിപ്പിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ആ ബോംബ് സ്പേസ് ഷിപ്പിലേക്ക് വന്നത് റായും കാണുന്നുണ്ട്. അവൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. അതോടൊപ്പം തന്നെ റാ ആണെങ്കിൽ കത്തിപ്പോവുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഒരു വലിയ തീഗോളം പോലെ ആ സ്പേസ് ഷിപ്പ് ഇങ്ങനെ കത്തി അമരുന്നാണ് എല്ലാവരും കാണുന്നത്. അതൊക്കെ കണ്ട് അവരാണെങ്കിൽ സന്തോഷത്തോടെ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാലത്തെ അവരുടെ അടിമ ജീവിതമാണ് ഇനി അവസാനിക്കാൻ പോകുന്നത്. ഇതിനെല്ലാം കാരണം ജാക്കും ടീമുമാണ്. അതുകൊണ്ട് തന്നെ സ്കാരയും കൂട്ടരും അങ്ങോട്ട് വന്നിട്ട് ജാക്കിന് നേരെ സല്യൂട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള സമയമായി. എന്നാൽ ഡാനിയൽ ഇനി ഭൂമിയിലേക്ക് പോകുന്നില്ല. അവൻ ശൗര്യയുടെ കൂടെ ഈ ഗ്രഹത്തിൽ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ജാക്ക് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഡാനിയൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാതറിൻ കൊടുത്ത ലോക്കറ്റ് ഉണ്ടല്ലോ, അത് ജാക്കിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു കാര്യം പറയാൻ തുടങ്ങി. നീ തിരിച്ചു ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ലോക്കറ്റ് കാതറിനെ ഏൽപ്പിക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് പറയണം, ഈ ലോക്കറ്റ് കാരണം എന്റെ ജീവിതത്തിലും ഭാഗ്യം വന്നുവെന്ന്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ ആ ലോക്കറ്റ് ജാക്കിന് കൊടുക്കുകയാണ്. അങ്ങനെ അത് മേടിച്ച ഉടനെ തന്നെ ജാക്ക് ആണെങ്കിൽ ആ വേം ഹോളിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഭൂമിയിലേക്ക് യാത്രയാവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.